ഭൗമരാഷ്ട്രീയത്തിൽ ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകരമായ ഒരു മാറ്റമാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക ഒരേ സമയം ഒന്നിലധികം യുദ്ധമുഖങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമ്പോൾ സംഭവിക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രതിരോധ വിദഗ്ധർ ദശകങ്ങളായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ 2026 ഈ മധ്യപാദത്തിൽ ആ മുന്നറിയിപ്പുകൾ വെറും സിദ്ധാന്തങ്ങളല്ല, മറിച്ച് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള നിരന്തര സംഘർഷം അമേരിക്കയുടെ ആയുധ ശേഖരത്തെ ഏതാണ്ട് ശൂന്യമാക്കിയിരിക്കുകയാണെന്നും ഇത് പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റത്തിന് വഴിയൊരുക്കുമെന്നുമാണ് വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വലിയൊരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന തിരിച്ചറിവ് ആഗോള സുരക്ഷാ ക്രമത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട അമേരിക്കയുടെ സൈനിക നയം പ്രധാനമായും 2 തിയേറ്റർ തന്ത്രത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതായത് ലോകത്തിൽ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരേ സമയം വൻകിട യുദ്ധങ്ങൾ നടത്താനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ടാകണം. എന്നാൽ ആധുനിക യുദ്ധമുറകൾ മാറിയതും അത്യാധുനിക ആയുധങ്ങളുടെ ഉൽപ്പാദനത്തിന് വലിയ സമയമെടുക്കുന്നതും ഈ തന്ത്രത്തെ ഇന്ന് അപ്രസക്തമാക്കിയിരിക്കുകയാണ്. ഇറാനുമായുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ അമേരിക്കൻ സൈന്യം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ അളവ് അവിശ്വസനീയമാണ്. 1000-ലധികം ടോമോഹോക്ക് മിസൈലുകളാണ് ഇതുവരെ പ്രയോഗിക്കപ്പെട്ടത്. ഇവ കേവലം മിസൈലുകളല്ല, മറിച്ച് ശത്രുവിന്റെ പ്രതിരോധത്തെ തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഏറ്റവും മാരകമായ ആയുധങ്ങളാണ്. ഇവയുടെ ശേഖരത്തിൽ വരുന്ന ഓരോ കുറവും ചൈനയെപ്പോലെ ഒരു വൻ ശക്തിക്കെതിരെയുള്ള അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാനായി പെന്റഗൺ ഉപയോഗിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധങ്ങളാണ് താഡ്, പാട്രിയറ്റ്, സ്റ്റാൻഡേർഡ് മിസൈൽ ഇന്റർസെപ്റ്ററുകൾ തുടങ്ങിയവ. ശത്രുവിന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് അവയെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനങ്ങൾ അമേരിക്കയുടെ പടച്ചട്ടയായാണ് അറിയപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1500 മുതൽ 2000 വരെയുള്ള ഇത്തരം പ്രതിരോധ മിസൈലുകളാണ് ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞത്. ഒരു വലിയ യുദ്ധത്തെ നേരിടാൻ സജ്ജമാക്കി വച്ചിരുന്ന ഈ ശേഖരം ഇത്തരത്തിൽ ചോരുന്നത് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരിൽ കടുത്ത പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇത്തരം അത്യാധുനിക മിസൈലുകൾ ഒരു ഫാക്ടറിയിൽ നിന്ന് ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ പ്രതിരോധ വ്യവസായ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ആയുധങ്ങളുടെ ഉൽപ്പാദന നിരക്കാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം തകർന്ന ആഗോള വിതരണ ശൃംഖല ഇന്നും പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഒരു സ്റ്റാൻഡേർഡ് മിസൈലോ പാട്രിയറ്റ് മിസൈലോ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത്. തകർന്ന ആയുധ ശേഖരം പഴയ നിലയിലാക്കാൻ കുറഞ്ഞത് 6 വർഷമെങ്കിലും സമയമെടുക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ 6 വർഷത്തെ കാലയളവ് ചരിത്രപരമായി നോക്കിയാൽ ഒരു വലിയ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി അഥവാ ചൈനയ്ക്ക് തായ്വാനെ ആക്രമിക്കാൻ ലഭിക്കുന്ന സുവർണാവസരമായാണ് കണക്കാക്കപ്പെടുന്നത്. തായ്വാന്റെ അതിർത്തികളിൽ ചൈന തങ്ങളുടെ നാവിക വ്യോമസേനകളെ വിന്യസിച്ചിരിക്കുന്ന ഈ വേളയിൽ അമേരിക്കയുടെ ആയുധക്ഷാമം ബീജിംഗിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ലക്ഷ്യം വ്യക്തമാണ്. തായ്വാനെ ചൈനയുടെ ഭാഗമാക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ ചൈനയെ തടഞ്ഞു നിർത്തിയിരുന്നത് അമേരിക്കയുടെ സൈനിക കരുത്തായിരുന്നു. എന്നാൽ അമേരിക്കൻ ആയുധശേഖരത്തിനുള്ളിലെ ഈ വിള്ളൽ തായ്വാന്റെ സുരക്ഷയെ അപകടത്തിലാക്കുന്നു. ചൈന ഒരു ആക്രമണം നടത്തിയാൽ തായ്വാൻ ആവശ്യമായ ആയുധങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ ചൈനീസ് കടന്നാക്രമണത്തെ നേരിടാനോ ഉള്ള ശേഷി നിലവിൽ അമേരിക്കയ്ക്ക് കുറവാണെന്ന വസ്തുത ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നു. ജപ്പാൻ, ഫിലിപ്പൈൻസ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെയാണ് ആശ്രയിക്കുന്നത്. ഈ കാവലാൾക്ക് ആയുധമില്ലാത്ത അവസ്ഥ വരുന്നത് ഈ രാജ്യങ്ങളുടെ എല്ലാം വിദേശ നയങ്ങളെ മാറ്റിമറിക്കാൻ കാരണമാകും. എന്നാൽ വൈറ്റ് ഹൗസ് ഈ റിപ്പോർട്ടുകളെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ഈ വാർത്തകളെ വ്യാജം എന്ന് വിളിച്ചത് അമേരിക്കയുടെ ആത്മവിശ്വാസം തകരാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തിന് മുന്നിൽ തങ്ങൾ ദുർബലനാണെന്ന് സമ്മതിക്കുന്നത് ശത്രുരാജ്യങ്ങൾക്ക് കൂടുതൽ ധൈര്യം നൽകുമെന്നതിനാലാണ് ഭരണകൂടം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക ശേഷി ഇപ്പോഴും ലോകത്ത് ഒന്നാമതാണെന്നും ഏത് പ്രതിസന്ധിയെയും നേരിടാൻ തങ്ങൾ സജ്ജരാണെന്നും അവർ അവകാശപ്പെടുന്നു. എങ്കിലും പെന്റഗണിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ പുറം ലോകം അറിയുന്നുണ്ട്. ആയുധ നിർമ്മാണ കമ്പനികളായ ലോക്ഹീഡ് മാർട്ടിൻ, റേത്തിയോൺ തുടങ്ങിയവരോട് ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. ഈ സാഹചര്യത്തെ ഒരു ഉപമയിലൂടെ വിവരിക്കുകയാണെങ്കിൽ, ഒരു വീടിന്റെ ഒരു വശത്തുണ്ടായ തീപിടുത്തം അണയ്ക്കാൻ എല്ലാ വെള്ളവും ഉപയോഗിച്ച ഉടമസ്ഥൻ മറുവശത്ത് മറ്റൊരു തീപിടുത്തമുണ്ടായാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് തുല്യമാണ്. ആയുധങ്ങൾ വരും, പക്ഷേ അതിന് സമയമെടുക്കും. യുദ്ധഭൂമിയിൽ സമയം എന്നത് ജീവനും മരണവും തമ്മിലുള്ള വ്യത്യാസമാണ്. യുക്രൈൻ യുദ്ധത്തിലും നാം കണ്ടത് ഇതേ പാറ്റേൺ ആണ്. യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ ശേഖരം വലിയ തോതിൽ കുറഞ്ഞു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇറാനിലും സംഭവിക്കുന്നത്. പല
യുദ്ധമുഖങ്ങളിൽ ഒരേ സമയം പൊരുതുക എന്നത് ഒരു വൻ ശക്തിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായും സൈനികമായും വലിയ തകർച്ചയ്ക്ക് കാരണമാകും. ഈ റിപ്പോർട്ടുകൾ നൽകുന്ന മറ്റൊരു വലിയ സൂചന ആഗോള പ്രതിരോധ കമ്പോളത്തിലെ മാറ്റങ്ങളാണ്. അമേരിക്കയുടെ ആയുധക്ഷാമം മറ്റ് രാജ്യങ്ങളെ സ്വന്തമായി ആയുധങ്ങൾ വികസിപ്പിക്കാനും പുതിയ സഖ്യങ്ങൾ തേടാനും പ്രേരിപ്പിക്കുന്നു. ഇറാൻ അമേരിക്ക യുദ്ധം പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കുമ്പോൾ അതിൻ്റെ അലയൊലികൾ പസഫിക് സമുദ്രത്തിലും ചൈനീസ് കടലിലും ദൃശ്യമാകുന്നു. ആഗോള സമാധാനം എന്നത് എത്രത്തോളം ദുർബലമായ ഒരു ചരടിലാണ് തൂങ്ങിക്കിടക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്. ചൈനീസ് ആക്രമണമുണ്ടായാൽ തായ്വാനെ രക്ഷിക്കാൻ അമേരിക്കൻ കപ്പൽപ്പടയ്ക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് നിലവിൽ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും സാധ്യമല്ല. ചുരുക്കത്തിൽ ഇറാനിലെ യുദ്ധം കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ആഗോള സുരക്ഷാ വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ ആയുധ ശേഖരം കാലിയാകുന്നു എന്ന വാർത്തകൾ സത്യമാണെങ്കിൽ വരും വർഷങ്ങൾ ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കാലഘട്ടമായിരിക്കും. ചൈന ഈ സാഹചര്യം എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന ലോകക്രമം. ആയുധങ്ങൾ നിർമ്മിക്കാൻ വർഷങ്ങളെടുക്കുമ്പോൾ യുദ്ധങ്ങൾ തുടങ്ങാൻ നിമിഷങ്ങൾ മതിയാകും. ഈ കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് ഇന്ന് വാഷിംഗ്ടണും തായ്പേയും ഒരുപോലെ അഭിമുഖീകരിക്കുന്നത്. ആഗോളാധിപത്യം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ആയുധത്തേക്കാൾ വലിയ വെല്ലുവിളി ആയുധങ്ങളുടെ ദൗർബല്യമാണ് എന്ന ചരിത്രം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുന്നിലുള്ള നിശബ്ദതയാണോ ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൽ കാണുന്നത് എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പുതിയ സഖ്യങ്ങളും പുതിയ യുദ്ധതന്ത്രങ്ങളും രൂപപ്പെടുന്ന ഈ വേളയിൽ അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നത് ലോകം അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ തായ്വാന്റെ വിധി ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.